പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെന്റ് മേരീസ് പുരാണ പള്ളിയിലെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. ഓശാന ഞായറാഴ്ചയായ 13-ന് രാവിലെ 6-ന് കുരുത്തോല വെഞ്ചരിപ്പ്, തുടർന്ന് കുരുത്തോല പ്രദക്ഷിണം, ദിവ്യബലി എന്നിവ നടന്നു. വൈകുന്നേരം 5-ന് ആത്മാഭിഷേക കൺവെൻഷൻ നടന്നു. ഏപ്രിൽ 14-ന് രാവിലെ 10-ന് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വചനയിരുപ്പ്, തുടർന്ന് ദിവ്യബലി എന്നിവ നടക്കും. കൊച്ചി രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ മുഖ്യ കാർമ്മികനാവും. പെസഹ വ്യാഴമായ 17-ന് രാവിലെ 7:30-ന് നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള അരിയിടൽ കർമ്മം ദലീമ ജോജോ MLA നിർവഹിക്കും. വൈകുന്നേരം 5-ന് തിരുവത്താഴ പൂജ, കാൽകഴുകൽ ശുശ്രൂഷ എന്നിവ നടക്കും. 7-ന് നടത്തുന്ന സ്നേഹദീപക്കാഴ്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ദീപം തെളിക്കും. തുടർന്ന് നേർച്ചക്കഞ്ഞി വെഞ്ചരിപ്പ്, ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും. രാത്രി 12-ന് അത്ഭുത തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രമുഖ പന്തലിൽ പ്രതിഷ്ഠിക്കും. അച്ഛനതിൻ്റെ പ്രത്യേകതകളെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ക്രിസ്തുദേവൻ്റെ കഴുതപ്പുറത്തുള്ള വരവിനെ അവതരിപ്പിച്ചത്. ഒരു രാജാവിൻ്റെ രാജകീയ പ്രൗഢിയും ചിഹ്നങ്ങളും ഒന്നുമില്ലാതെ ജനമനസ്സുകളിൽ രാജാവ് ആരായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് അന്നത്തേക്കും പിൽക്കാലത്തേക്ക് വന്ന എല്ലാ കാലങ്ങളിലേക്കുമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു അവിടെ. അദ്ദേഹം ഏറ്റവും കൂടുതലായി ഇവിടെ ഉപയോഗിച്ച വാക്ക് വെളിച്ചം എന്നാണ്. വെളിച്ചം ഇരുട്ടിനെ അകറ്റുന്ന ഒന്നാണ്. ലോകത്തിൻ്റെ ഇരുട്ടിനെ അകറ്റിയതാണ് ക്രിസ്തുദേവൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്തായിയുടെ സുവിശേഷം കൃത്യതയോടുകൂടി എന്നവണ്ണം അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാവുക എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളായിരുന്നു അത്. സത്യവേദ പുസ്തകത്തിൽ ഏറ്റവും കൂടുതലായി ഗാന്ധിജി ആകർഷിച്ച വാക്കുകളായിരുന്നു അത്. ലോകത്തിൻ്റെ വെളിച്ചമാവുക എന്ന്, ഭൂമിയുടെ ഉപ്പാവുക എന്ന്. ഈ കാലഘട്ടം നമ്മളോട് ചോദിക്കുന്നത് ഏറ്റവും പ്രസക്തമായ ആ ചോദ്യമാണ്. അതിന് വേറെ എന്തെങ്കിലും കുറുക്കുവഴികളുണ്ടെന്നല്ല യേശുദേവൻ നമ്മളോട് പറഞ്ഞത്. ഏതെങ്കിലും കുറുക്കുവഴികൾ തേടണം എന്നുമല്ല. അതിന് നമ്മൾ നമ്മളെ തന്നെ പവിത്രീകരിക്കേണ്ടതുണ്ട്, ശുദ്ധീകരിക്കേണ്ടതുണ്ട്.